നമ്മളിന്ന് സദ്യ സ്പെഷ്യൽ കാളൻ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറുക്ക് കാളൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചക്കായാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു പച്ചക്കായയും ഒരു 1/4 കിലോനോളം ചേനയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. പച്ചക്കായ അരിഞ്ഞെടുക്കുമ്പോൾ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതിന് കറയുള്ളതുകൊണ്ടാണ് ഇത് ഞാനൊരു ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല. ഈ പച്ചക്കായ നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചട്ടിയിൽ സാധാരണ ഇതുപോലെ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ നല്ലോണം ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും കുറുക്ക് കാളൻ ഉണ്ടാക്കുമ്പോൾ ഇത് വെന്തതിന് ശേഷമാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായി വേവിക്കാറുണ്ട്. ഇതിൽ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചക്കായ പെട്ടെന്ന് ഇങ്ങനെ കല്ലപ്പ് വരും, ഇങ്ങനെ വേകാത്ത പോലെ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇതിനെ നന്നായിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലെ കൂട്ടെല്ലാം അരച്ചെടുക്കാം. ഇതിനിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഒരു 1/4 സ്പൂണോളം മാത്രം ജീരകം ഇട്ട് കൊടുക്കണം, ക്യൂമിൻ സീഡ്. ഇനി ഇതിൽ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം. സാധാരണ അരച്ചെടുക്കുന്നതിനെക്കാട്ടിലും നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കായും ചേനയൊക്കെ നന്നായിട്ട് തിളച്ച് ഉപ്പൊക്കെ നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ തേങ്ങയൊന്ന് ഇതിൽ കിടന്നൊന്ന് തിളച്ച് വരണം, ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ തേങ്ങ അരച്ച ഈ ഒരു മിക്സിയുടെ ജാറുണ്ടല്ലോ, അതും കൂടെ ഒന്ന് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ഒന്ന് ചുഴറ്റിയെടുക്കാം. അപ്പം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല കുറുകിയിട്ടാണ് ഇരിക്കുക. ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ എപ്പോഴും തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കണം, എന്നാലാണ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇത് നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് ഇനിയൊന്ന് തിളക്കട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും ഞാനിവിടെ 1 കപ്പോളം നല്ല കട്ടി തൈര് നല്ല ഉടച്ചെടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടി തൈര്, പുളിയുള്ള തൈര് വേണം. അപ്പോൾ ഈ ഒരു തൈര് തിളച്ച് എടുക്കുന്ന ഈ കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുവരെ തിളച്ച ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത തൈര് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം കുരുമുളക് പൊടിച്ചെടുത്തതാണ് കേട്ടോ. കുരുമുളക് പൊടിച്ചതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മൾ ചേനയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്രയും കട്ടിയിൽ ഇപ്പോൾ തന്നെ ഇരിക്കുന്നത് കേട്ടോ. ഇത് ഇനി നന്നായിട്ട് ചൂടാറി പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമ്മളിങ്ങനെ സ്പൂണിലെടുത്ത് ഇങ്ങനെ സ്കൂപ്പ് ചെയ്യുന്ന പോലെ നന്നായിട്ട് ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ തൈരൊക്കെ ഒഴിച്ച് ഒട്ടും തന്നെ തൈരിൽ വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ശരിക്കും കുറുക്ക് കാളൻ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ തൈരൊക്കെ ചേർത്തതല്ലേ, ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. തൈര് ഒഴിച്ചതിന് ശേഷം ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ആക്കി വെക്കരുത് കേട്ടോ. തൈര് ഒരുപാട് ഇങ്ങനെ തിളച്ച് വരണ്ട. ഈ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ്. ചെറിയ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ സദ്യ, ഓണം, വിഷു ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതോടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. 3 സ്പൂണോളം വെളിച്ചെണ്ണ, 1/2 സ്പൂണോളം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണേ. ഉണക്കമുളക് ഈ ഒരു രീതിയിൽ എത്ര വേണോ അത്രയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 എണ്ണം. 1 പിടി കറിവേപ്പില, അതുപോലെ തന്നെ
1 സ്പൂണോളം ഉലുവാപ്പൊടിയാണ് കേട്ടോ. ഉലുവ പൊടിച്ചെടുത്തത്, 1/4 സ്പൂണോളം കായം. ഉലുവ ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ലാസ്റ്റ് നമ്മൾ ഇതുപോലൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് ഇളക്കുമ്പോൾ ഒരു പ്രത്യേക കളറാണ് കേട്ടോ. എങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഈ ഒരു കൂട്ട് നമുക്ക് ഈ ഒരു കുറുക്ക് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സദ്യ റെസിപ്പീസിൽ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ കുറുക്ക് കാളൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈസി ഓണം റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.